ഇന്നത്തെ വീഡിയോയിലൂടെ PMEGP പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന ലോണിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. ആർക്കൊക്കെ ലഭിക്കും, എത്ര രൂപ വരെ ലഭിക്കും, എത്രയാണ് സബ്സിഡി വരുന്നത്, എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ സംരംഭങ്ങൾക്ക് ലഭിക്കും തുടങ്ങിയ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, ഇതാണ് ഈ ലോണിൻ്റെ പേര്. നമ്മുടെ ഖാദി കോർപ്പറേഷൻ, അതേപോലെ തന്നെ ബാങ്ക്, വ്യവസായ വകുപ്പ്, ഇവയെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലോൺ ലഭിക്കാനുള്ള കാരണങ്ങൾ ഒട്ടനവധിയാണ്. ജസ്റ്റ് 8ാം ക്ലാസ്സിന് മുകളിൽ മതി വിദ്യാഭ്യാസ യോഗ്യത. അതേപോലെ തന്നെ 18 വയസ്സിന് മുകളിൽ പ്രായമായിരിക്കണം, എന്നാൽ പ്രായപരിധി കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ വരുമാന പരിധിയില്ല. അപ്പോൾ ഇത്രയും കാറ്റഗറി നമുക്കവിടെ സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ലോൺ പാസ്സാക്കി എടുക്കാൻ സാധിക്കും. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെക്ടറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ ലഭിക്കും. എന്നാൽ സർവീസ് സെക്ടർ ആണെങ്കിൽ 20 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടാണ് നമുക്ക് പാസ്സായി കിട്ടുന്നത്. എന്നാൽ പ്രൊജക്ട് റിപ്പോർട്ട് എത്രയാണോ അതിൻ്റെ 90-95% പാസ്സായി കിട്ടും. 3 വർഷം മുതൽ 7 വർഷത്തിനുള്ളിൽ അടച്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ അതിൽ 15% മുതൽ 35% വരെ സബ്സിഡി ഇനത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ ഒന്നും തന്നെ ആയിരിക്കരുത്. അതോടൊപ്പം തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരുകളുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള സബ്സിഡി, ഗ്രാന്റ് ഇവ ലഭിച്ച സംരംഭവും ആയിരിക്കരുത്. അല്ലാത്ത സംരംഭമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ ബാങ്കുകളിലൂടെയാണ് ഈ PMEGP എന്ന് പറയുന്ന ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. പബ്ലിക് സെക്ടറിലുള്ള ബാങ്കുകൾ ഇതിലൂടെ നമുക്ക് ലഭിക്കും. പ്രാദേശിക ബാങ്കുകളുണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഇതിലൂടെയും നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബാങ്കുകളിലൂടെയും ഈ PMEGP ലോൺ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത് ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ഡോക്യുമെന്റുകൾ നമ്മുടെ കയ്യിൽ നിർബന്ധമായും വേണം. ഒന്ന്, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഡ്രസ് പ്രൂഫുകൾ വേണം, ആധാർ കാർഡ്, പാൻ കാർഡ് വേണം, പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം. പിന്നെ നമ്മുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൃത്യമായിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട്, കൊട്ടേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അത് ടെക്നിക്കലായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതായിരിക്കാം. എന്തായാലും ജസ്റ്റ് 8ാം ക്ലാസ്സിന് മുകളിൽ പാസ്സായിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം ഡോക്യുമെന്റുകളും ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില പ്രത്യേക കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ വെക്കേണ്ടി വരും. അതായത് പട്ടികജാതി, പട്ടികവർഗം, വിമുക്ത ഭടൻ തുടങ്ങിയ കുറച്ച് കാറ്റഗറികളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ കൂടെ ഇതിൻ്റെ അകത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായിട്ട് വരുന്നതാണ് ഏതൊക്കെ സംരംഭങ്ങൾക്ക് ലഭിക്കും എന്നത്. അഗ്രോ ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് ലഭിക്കും. ഡയറി ആൻഡ് മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, ഫുഡ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട്, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട്, ഓർഗാനിക് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട്, പേപ്പറുമായി ബന്ധപ്പെട്ടിട്ട്, പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട്, ഇനി ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട്, കോൾഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള സംരംഭമൊക്കെയാണ് നിങ്ങളുടേതെങ്കിൽ ധൈര്യപൂർവ്വം അപ്ലൈ ചെയ്യാം. 35% നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ എത്രയാണ് നിങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതിൻ്റെ 90-95% എമൗണ്ട് നിങ്ങൾക്ക് പാസ്സാക്കി കിട്ടുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ആവശ്യമുള്ളതെങ്കിൽ PMEGP ലോൺ മുഖേന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കും നമുക്ക് കൊണ്ട് കാണാം. ബൈ.